ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ എങ്ങനെയാണ് വളർന്നതെന്നാണല്ലേ നമ്മൾ പഠിച്ചത്. എങ്ങനെയായിരുന്നു ഈശോ തിരുക്കുടുംബത്തിൽ വളർന്നത്? മാതാപിതാക്കളെ അനുസരിച്ചു. പിന്നെയോ, മാതാപിതാക്കളെ വീട്ടുജോലികളിൽ സഹായിക്കുമായിരുന്നു. നിങ്ങൾ വീട്ടുജോലികളിൽ മാതാപിതാക്കന്മാരെ സഹായിക്കാൻ തുടങ്ങിയോ? ചിലരൊക്കെ ചെയ്തല്ലേ, എല്ലാവരും ചെയ്യണം. പിന്നെ ഈശോ എന്തെല്ലാം ചെയ്തു? ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു, വേദപുസ്തകങ്ങൾ വായിക്കുമായിരുന്നല്ലേ. പിന്നെയോ, അയൽക്കാരെയും കൂട്ടുകാരോടുമൊക്കെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. അങ്ങനെയാണ് ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ വളർന്നതെന്ന് നമ്മൾ പഠിച്ചു. എന്നാൽ ഇന്ന് നമുക്ക് പഠിക്കാൻ ആരംഭിച്ചാലോ? അതിനു മുമ്പ് നമ്മൾ എന്താ ചെയ്യാറ്? പ്രാർത്ഥിക്കണോ അല്ലേ? എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് വേഗം എഴുന്നേറ്റ് നിന്നോ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സ്നേഹം നിറഞ്ഞ ഈശോയെ, നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അങ്ങ് വളർന്നതുപോലെ മാതാപിതാക്കന്മാരെ സഹായിച്ചും അനുസരിച്ചും മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറിയും നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനി എല്ലാവരും ഇരുന്നോ. ടീച്ചർ എന്നാൽ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എത്ര വയസ്സായി? മക്കൾക്ക് എത്ര വയസ്സുണ്ട്? 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സൊക്കെ ആയല്ലേ. എന്നാലേ ഈശോയ്ക്ക് 12 വയസ്സുള്ളപ്പോൾ ഈശോയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ടീച്ചർ പറയാൻ പോകുന്നത്. ഈശോയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? 12 വയസ്സ് അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഈശോ ഒരു യഹൂദ ബാലനായിട്ടാണ് ജീവിച്ചതെന്ന്. ഈ യഹൂദരുടെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമായിരുന്നു ജെറുസലേം ദേവാലയം. ദേവാലയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം. നമ്മളെല്ലാവരും പള്ളിയിൽ പോകാറില്ലേ? അതുപോലെ തന്നെ യഹൂദരുടെ ഒരു ദേവാലയമാണ് ജെറുസലേം ദേവാലയം. അപ്പോൾ യഹൂദരായിട്ടുള്ള എല്ലാവരും എല്ലാ വർഷവും പെസഹ തിരുനാൾ ആഘോഷിക്കാനായി ജെറുസലേം ദേവാലയത്തിൽ പോകുമായിരുന്നു. യൗസേ പിതാവും മാതാവും എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ എന്തിനാ പോയിരുന്നത്? പെസഹ തിരുനാൾ ആഘോഷിക്കാൻ. പെസഹ തിരുനാൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെസഹ വ്യാഴം എന്ന് കേട്ടിട്ടുണ്ടല്ലേ? അതായത് ഈശോ മരിക്കുന്നതിൻ്റെ തലേ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി നമ്മളെല്ലാവരും പെസഹ വ്യാഴാഴ്ച ആചരിക്കാറുണ്ട്. എന്നാൽ യഹൂദര് പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത് എന്തിനാണെന്ന് കുഞ്ഞുമക്കൾക്ക് അറിയാമോ? ടീച്ചർ പറഞ്ഞു തരാം. ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവമായ കർത്താവ് മോചിപ്പിച്ചതിന്റെ ഓർമ്മ ആചരിക്കാനാണ് യഹൂദര് പെസഹ തിരുനാൾ ആചരിച്ചിരുന്നത്. അതിനായിട്ട് എല്ലാ വർഷവും അവര് ജെറുസലേം ദേവാലയത്തിൽ തിരുനാൾ ആഘോഷിക്കാൻ പോയിരുന്നു. പതിവ് പോലെ ഈശോയ്ക്ക് 12 വയസ്സായ സമയത്തും യൗസേ പിതാവും മാതാവും ഈശോയെയും കൂട്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് തിരുനാൾ ആഘോഷിക്കാൻ പോയി. നിങ്ങളെല്ലാവരും പെരുന്നാളിന് പള്ളിയിൽ പോയിട്ടില്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടാകും? ഭയങ്കര തിരക്കുണ്ടാകും അല്ലേ? ഒരുപാട് ആളുകൾ തിരുനാളിന് വരാറുണ്ട്. പിന്നെ എന്തെല്ലാം ഉണ്ടാകും? കളിപ്പാട്ടങ്ങളുണ്ടാകും, ബലൂൺസ് ഉണ്ടാകും, ബാൻഡ് മേളം ഒക്കെ ഉണ്ടാകും അല്ലേ? അതുപോലെ തന്നെയായിരുന്നു അവിടെയും. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ യൗസേ പിതാവും മാതാവും ഈശോയും ജെറുസലേം ദേവാലയത്തിലെത്തി തിരുനാളൊക്കെ ആഘോഷിച്ചു. യൗസേ പിതാവും മാതാവും തിരിച്ചു പോന്നു. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈശോ കൂടെയില്ലെന്ന്. കാരണം മാതാവ് വിചാരിച്ചു യൗസേ പിതാവിന് കൂടെ ഈശോ കാണും, യൗസേ പിതാവ് വിചാരിച്ചു മാതാവിനോടൊപ്പം ഈശോ കാണുമെന്ന്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈശോ അവരുടെ കൂടെയില്ലെന്ന്. ഉടനെ തന്നെ അവര് കൂടെ ഉണ്ടായിരുന്ന ബന്ധുക്കളോടും അയൽക്കാരോടും ഒക്കെ അന്വേഷിച്ചു ഈശോയെ കണ്ടോ എന്ന്. പക്ഷെ അവരാരും ഈശോയെ കണ്ടില്ല. അവർക്ക് വളരെയധികം സങ്കടമായി. ഉടനെ യൗസേ പിതാവും മാതാവും ജെറുസലേം ദേവാലയത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ചെന്ന് 3-ാം ദിവസം ഈശോയെ കണ്ടുമുട്ടി.
അപ്പോൾ ഈശോ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈശോ ദേവാലയത്തിനകത്ത് വേദശാസ്ത്രികളുമായി അവര് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും തർക്കിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആരാണ്? 12 വയസ്സുള്ള ഈശോ അല്ലേ? അപ്പോൾ വേദശാസ്ത്രികൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വേദശാസ്ത്രികൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തെ കുറിച്ച്. യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തില് വളരെയധികം അറിവുള്ളവരായിരുന്നു വേദശാസ്ത്രികൾ. അതുപോലെ തന്നെ അവരെ നമ്മള് നിയമ പണ്ഡിതരെന്നും വിളിക്കാറുണ്ട്. ദൈവിക നിയമങ്ങളിലും വേദപുസ്തകങ്ങളിലും ഒക്കെ ഒരുപാട് അറിവുള്ളവരാണ് വേദശാസ്ത്രികൾ. അപ്പോൾ ഇങ്ങനെയുള്ള വേദശാസ്ത്രികളുമായി ഈ കൊച്ചു ബാലനായ ഈശോ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോയുടെ ബുദ്ധിശക്തിയും ഈശോ പറയുന്ന മറുപടികളൊക്കെ കേട്ട് വേദശാസ്ത്രികൾ എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. അത് കണ്ടുവന്ന മാതാവും യൗസപിതാവും അത്ഭുതപ്പെട്ടു പോയി. മകനെ, നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും നിന്നെ എത്ര ഉത്കണ്ഠയോടെ അന്വേഷിച്ചു എന്ന് നിനക്കറിയാമോ? കാരണം മാതാവ് എന്തായിരിക്കും അങ്ങനെ ചോദിക്കാൻ കാരണം? നിങ്ങളും നിങ്ങളുടെ അപ്പയും അമ്മയും കൂടി ഒരു തിരുനാളിന് പോയെന്ന് കരുതുക. അവിടെ വെച്ച് നിങ്ങൾ തിരക്കിനിടയിൽപ്പെട്ട് നിങ്ങളെ കാണാതായി. നിങ്ങളുടെ അപ്പയ്ക്കും അമ്മയ്ക്കും സങ്കടം വരില്ലേ? അവർ ഒരുപാട് വിഷമിക്കുമല്ലേ? അതുപോലെ മാതാവും യൗസപിതാവിനും വിഷമമായി. അതുകൊണ്ടാണ് മാതാവ് അങ്ങനെ ചോദിച്ചത്. ഉടനെ ഈശോ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? ഈശോ പറഞ്ഞത്, അമ്മേ, നിങ്ങൾ എന്തിനെന്നെ അന്വേഷിച്ചു? ഞാനും എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്ന് ഈശോ ചോദിക്കും. അതെന്താണ് ഈശോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാമോ? ഈശോയെ യൗസപിതാവും മാതാവും സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് വളർത്തിയിരുന്നത്. എന്നിരുന്നാലും ഈശോയ്ക്കും യൗസപിതാവിനും മാതാവിനും അറിയാമായിരുന്നു ഈശോ ദൈവപുത്രനാണ്, ദൈവപിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടാണ് ഈശോ ഭൂമിയിൽ ജനിച്ചതെന്ന്. ലോകത്തിന്റെ രക്ഷകനായിട്ടാണല്ലേ ഈശോ ഭൂമിയിൽ ജനിച്ചത്. അതറിഞ്ഞിരുന്നത് കൊണ്ടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം ഈശോ യൗസപിതാവിന്റെയും മാതാവിന്റെയും ഒപ്പം നസ്രത്തിലേക്ക് തിരിച്ചു പോന്നു. അവിടെ വന്ന് മാതാവിനും യൗസപിതാവിനും വിധേയനായാണ് ഈശോ പിന്നീട് ജീവിച്ചത്. എന്നാൽ നമുക്കിനി ഒരു വചനം പഠിച്ചാലോ? വചനം പഠിക്കാം. ടീച്ചർ പറഞ്ഞു തരാം, നിങ്ങൾ ഉറക്കെ ഏറ്റുപറയണം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. ഒന്നുകൂടി പറഞ്ഞേ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം വാക്യം. വചനം ഇങ്ങനെയാണ്: ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മക്കൾക്കറിയാമോ? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവും അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മൾ ജ്ഞാനമുള്ളവരായിട്ട് തീരുന്നത്. ജ്ഞാനം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പിന്നെ ഈശോ എങ്ങനെയാണ് വളർന്നത്? ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ എങ്ങനെ വളരാൻ കഴിയും? അതിന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവിക വചനങ്ങൾ പഠിക്കണം, മറ്റുള്ളവരോടും അയൽക്കാരോടും നമ്മളുടെ കൂട്ടുകാരോടുമൊക്കെ സ്നേഹത്തോടെ പെരുമാറുകയും അവർക്ക് നന്മകൾ ചെയ്യുകയും വേണം. അപ്പോൾ ഈശോ വളർന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരാൻ നമുക്ക് കഴിയും. മനസ്സിലായോ? എന്നാൽ ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്നറിയണ്ടേ? ചോദിക്കാം. ഈശോയ്ക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈശോ പെസഹ തിരുനാളിന് പോയത്? എത്ര വയസ്സുള്ളപ്പോഴാണ്? 12 വയസ്സുള്ളപ്പോഴാണല്ലേ ഈശോ പെസഹ തിരുനാളിന് പോയത്. ദേവാലയത്തിൽ എന്ത് കണ്ടിട്ടാണ് വേദശാസ്ത്രികൾ അത്ഭുതപ്പെട്ടു നിന്നത്? ഈശോയുടെ ബുദ്ധിശക്തിയും ഈശോയുടെ മറുപടികളും കേട്ടിട്ടാണ് വേദശാസ്ത്രികൾ അത്ഭുതപ്പെട്ടു നിന്നതല്ലേ? ശരിയാണ്. എന്നാൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
എന്തുകൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു തന്നായിരുന്നു. നസ്രത്തിൽ വളർന്നത് കൊണ്ടാണ് ഈശോയെ നസ്രായൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? നസ്രത്തിൽ വളർന്നത് കൊണ്ട്. നല്ല കുഞ്ഞുങ്ങളാണേ, നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ നമുക്കൊരു ആക്ഷൻ സോങ് ആയാലോ? ആക്ഷൻ സോങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് കളിക്കാം. അതിന് നിങ്ങൾ എല്ലാവരും ആദ്യം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് നിന്നോ? ശരി, എങ്കിൽ നമുക്ക് ആക്ഷൻ സോങ് കളിക്കാം. വേലയെടുക്കാൻ മടിയില്ലാത്തൊരു ബാലകനാണെൻ പൊന്നീശോ. വേലയെടുക്കാൻ മടിയില്ലാത്തൊരു ബാലകനാണെൻ പൊന്നീശോ. പിതാവിനൊപ്പം പണിശാലകളിൽ വിയർപ്പ് തൂകി പൊന്നീശോ. പിതാവിനൊപ്പം പണിശാലകളിൽ വിയർപ്പ് തൂകി പൊന്നീശോ. മാതാവാകും മരിയാമ്പികയുടെ പൊന്മകനാണീ പൊന്നീശോ. മാതാവാകും മരിയാമ്പികയുടെ പൊന്മകനാണീ പൊന്നീശോ. ഈശോ ചെയ്തതു മാതിരി നമ്മൾ വീടിനെന്നും തുണയാകും. ഈശോ ചെയ്തതു മാതിരി നമ്മൾ വീടിനെന്നും തുണയാകും. എല്ലാ മക്കൾക്കും ആക്ഷൻ സോങ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? എന്നാൽ നമുക്കിനി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ചൊല്ലണം. ഉറക്കെ ചൊല്ലണേ, അപ്പയും അമ്മയും ഒക്കെ കേൾക്കണം. പിതാവായ ദൈവമേ, മാതാപിതാക്കളെ അനുസരിച്ചും അവരെ സഹായിച്ചും നല്ല കുട്ടികളായി വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ജയ ജയ